ഹലോ ഫ്രണ്ട്സ്, എജു വേൾഡിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ പ്രസൻ്റ് ആയിട്ടുള്ള റിവൈസ്ഡ് പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വരാൻ വേണ്ടി ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് ഇതിന്. ഓക്കെ, അത് ആദ്യം ഫോർമുലേറ്റ് ചെയ്തു, പിന്നെയും റീഫോർമുലേറ്റ് ചെയ്തു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടും പ്രസൻറ്റ് നൗ എത്രയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉള്ളത്, അത് ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് എക്സാം സീക്കറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഓരോ പ്രിൻസിപ്പിൾസ് എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതേപോലെ ബികോം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭാഗം പഠിക്കാൻ തന്നെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് നന്നായി കേട്ട് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തത് നമ്മുടെ ICA തന്നെയാണ്. സോ എല്ലാ കൺട്രിയും കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് തീരുമാനിച്ചു? ICA തീരുമാനിച്ചു. സോ അതിൻ്റെ ഫലമായിട്ട് 1934 ചേർന്നിട്ടുള്ള ICAയുടെ ഒരു മീറ്റിങ്ങിൽ അവർ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അപ്പോൾ എപ്പോഴാണ് ICA 1934 ചേർന്നിട്ടുള്ള ആനുവൽ മീറ്റിങ്ങിൽ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. സോ ആ കമ്മിറ്റിയാണ് നമ്മളതെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതെപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് ചെയ്ത ICA? 1934 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ കമ്മിറ്റി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കൺട്രികളിലുള്ള കോപ്പറേറ്റീവ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. അങ്ങനെ സ്റ്റഡി നടത്തുന്ന ഇടയിലാണ് ഇംഗ്ലണ്ട് എന്നുള്ള രാജ്യത്തുള്ള റോക്കഡെയിൽ എന്നുള്ള പ്ലേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ ഉണ്ടായിരുന്നു. പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ആർട്ടിക്കിൾസ്, അത് അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മീൻസ് ആ ബിസിനസ് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ചില പ്രിൻസിപ്പിൾസുകൾ ഇവർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇടയായത്. അപ്പോൾ ആ റോക്കഡെയിൽ പീപ്പിൾ, ഇംഗ്ലണ്ടിലുള്ള റോക്കഡെയിൽ പീപ്പിൾ ഫോളോ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിളുകൾ ഇവയാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോൾ, ദെൻ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർസ് ഓർ ക്യാപിറ്റൽ, 4th one ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, 5th one ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ്, 6th one പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7th one കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. സോ ഇത്രയായിരുന്നു റോക്കഡെയിൽ അവരുടെ സൊസൈറ്റി സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്. സോ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രിൻസിപ്പിൾസ് പഠിക്കുകയും ഇതെന്തായിരുന്നു, കോമൺ ആയിട്ട് കോപ്പറേഷൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയതാണ് ഈ പ്രിൻസിപ്പിൾസ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. സോ അവരെന്ത് ചെയ്തു, കുറച്ച് ചില ആൾട്ടർനേഷൻ വരുത്തി. അതായത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 7 റോക്കഡെയിൽസ് ഫോളോ ചെയ്തിട്ടുള്ള ആ 7 പ്രിൻസിപ്പിൾസിന് ആദ്യത്തെ 4 എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും. അപ്പോൾ ആദ്യത്തെ 4 ഏതാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർസ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. അപ്പോൾ ഈ 4 എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ബാക്കിയുള്ള 3 അതായത് ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ്, പൊളിറ്റിക്കൽ റിലീജിയസ് ന്യൂട്രാലിറ്റി, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്, ഇവ 3 പ്രിൻസിപ്പിളെയും നോൺ എസെൻഷ്യൽ എന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഈ റെക്കമെൻഡേഷനുകളോട് ഉൾപ്പെടെ ICAക്ക് അവരെന്ത് ചെയ്തു, 1937 റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ICA 1934 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഫോർമുലേഷന് വേണ്ടിയിട്ട്. അവരെന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലുള്ള റോക്കഡെയിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് അത് പഠിക്കുകയും
അതിൽ ചില മാറ്റങ്ങൾ ഇതാക്കിയിട്ട്, അതായത് എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽസ് എന്നും ആ പ്രിൻസിപ്പിളിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് 1937 ICAക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ റെക്കമെൻഡേഷന് മുകളിൽ IC എന്ത് ചെയ്തില്ല, ഒരു പൂർണ്ണമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ആഫ്റ്റർ 26 ഇയേഴ്സ് 26 വർഷങ്ങൾക്ക് ശേഷം ICA എഗെയിൻ ഒരു മീറ്റിങ്ങും കൂടി ബോൺമൗത്തിൽ വെച്ച് വിളിച്ചു ചേർക്കുകയും, അതായത് ആനുവൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു കമ്മിറ്റി 1964 ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ റീഫോർമുലേഷന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു. സോ ആ കമ്മിറ്റിയിൽ 5 എമിനൻ്റ് കോപ്പറേറ്റേഴ്സാണ്, ലോകത്തിലെ 5 എമിനൻ്റ് കോപ്പറേറ്റേഴ്സാണ് ഉണ്ടായത്. അതായത് ഇന്ത്യയിൽ നിന്ന് DG കാർവേ, അതേപോലെ ജർമ്മനിയിൽ നിന്ന് പ്രൊഫസർ ഹാൻസ്ലർ, USSRൽ നിന്ന് പ്രൊഫസർ കിൻസ്റ്റോവ്, അതേപോലെ UK നിന്നും പ്രൊഫസർ ബെന്നാർ ആൻഡ് USA നിന്നും കൗഡൻ. അപ്പോൾ ഇത്രയും 5 എമിനൻ്റ്, ലോകത്തിലെ തന്നെ 5 എമിനൻ്റ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സാണ് ഉണ്ടായത്. അതിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ DG കാർവയെ ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ കമ്മിറ്റി കാർവേ കമ്മിറ്റി ഓഫ് 1964 എന്ന് അറിയപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. കാർവേ കമ്മിറ്റി 1964 എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. സോ ഈ കാർവേ കമ്മിറ്റിയും എന്ത് ചെയ്തു, ഇതേപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവിനെ പറ്റിയിട്ടും അവിടുത്തെ ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും, അതേപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തി. അങ്ങനെ സ്റ്റഡി നടത്തിയപ്പം ഈ റോക്കഡേൽ പ്രിൻസിപ്പിൾസ്, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ 4 പ്രിൻസിപ്പിൾസും യാതൊരു വിധത്തിലുള്ള മെറ്റീരിയൽ ആൾട്രേഷനും ആരും എടുത്തില്ല, ഈ കാർവേ കമ്മിറ്റി വരുത്തിയില്ല. ബട്ട് ഇൻ ദ കേസ് നെക്സ്റ്റ് 5ാമത്തെ പ്രിൻസിപ്പിളായ ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ്, അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്നുള്ളതും അദ്ദേഹം എന്ത് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്തു. അതിനു പകരം അദ്ദേഹം ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. സോ ഈ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അതായത് 1964 വിയന്നയിൽ വെച്ച് നടന്നിട്ടുള്ള ICAയുടെ ജനറൽ മീറ്റിങ്ങിൽ അദ്ദേഹം ഇത് സബ്മിറ്റ് ചെയ്യുകയും ICA അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. സോ ഈ പ്രിൻസിപ്പിൾസ് ആണ് പിന്നീട് നമ്മൾ എന്തറിയപ്പെടുന്നത്, റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഓഫ് 1966 അല്ലെങ്കിൽ കാർവേ കമ്മിറ്റീസ് പ്രിൻസിപ്പിൾസ് എന്ന് അറിയപ്പെടുന്നത്. സോ ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർസ് ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, ദെൻ നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ദെൻ 2 ഡിലീറ്റ് ചെയ്തിട്ട് കൂടിച്ചേർത്ത് എന്താണ്, കോപ്പറേഷൻ എമംഗ് ദി കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇതാണ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കാർവേ കമ്മിറ്റി, DG കാർവേ കമ്മിറ്റി 1966. പിന്നീട് ഈ പ്രിൻസിപ്പിൾസ്, കാർവേ പ്രിൻസിപ്പിൾസ് ആണ് എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങി. ദെൻ 1995 ICAയുടെ 100 years ഓഫ്, അതായത് സെഞ്ച്വറി ഏജസ് സെലിബ്രേറ്റ് ചെയ്യുന്നതിനിടയിൽ എവിടെ വെച്ചിട്ട്, മാഞ്ചസ്റ്റർ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് 1995 ICAയുടെ 100 years ഓഫ് ഏജ് സെഞ്ച്വറി ഇതിൽ അവരെന്ത് ചെയ്തു, ഈ പ്രിൻസിപ്പിൾസിനെ ഒന്നും കൂടി റിവൈസ് ചെയ്തു. അങ്ങനെ റിവൈസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ദെൻ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, members' economic participation, autonomy and independence, cooperative education, training and information, cooperation among the cooperatives. ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് എന്തെന്ന്, കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റി. ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം 1995 ഈ കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾസ് ICA ഇതിനോട് ആഡ് ചെയ്തത്. ഇപ്പം ഏകദേശം
സെവൻ പ്രിൻസിപ്പിൾസാണ് നമ്മുടെ പ്രസൻ്റായിട്ട് എല്ലാ കോപ്പറേറ്റീവ് സെക്ടറുകളും ഫോളോ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് അതായത് ഈ 7 പ്രിൻസിപ്പിൾസും അതേ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും 4ാമത്തെ പ്രിൻസിപ്പിൾസ് എന്താണ്, 5ാമത്തെ പ്രിൻസിപ്പിൾസ് എന്താണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, അതേ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. ഇനി ഈ ഓരോ പ്രിൻസിപ്പിൾസിന് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണ്ടേ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് ഓരോ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് അറിയേണ്ടത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്ന് മൊത്തം പഠിച്ചതിൻ്റെ നമുക്കൊരു ടോട്ടാലിറ്റി നോക്കാം. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആദ്യം അപ്പോയിൻമെൻറ്റ് ചെയ്തു ICI 1934. അവർ റോക്കഡേൽ പയനിയേഴ്സ് ഫോളോ ചെയ്ത് വന്നിട്ടുള്ള 7 പ്രിൻസിപ്പിൾസ് ICIക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ 4 എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ബാക്കിയുള്ള 3 നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് അത് ക്ലാസിഫൈ ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, 1964 കാർവേ കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അവർ 6 പ്രിൻസിപ്പിൾസ് അധികമായിട്ട് കാർവേ പ്രിൻസിപ്പിൾസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അവർ ആ റിപ്പോർട്ട് അങ്ങനെയുള്ള റെക്കമെൻഡേഷനോട് കൂടി ആ ഒരു റിപ്പോർട്ട് 66 ICIക്ക് സബ്മിറ്റ് ചെയ്തു. അവരത് അപ്രൂവ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, 1995 ചേർന്നിട്ടുള്ള ആ ഒരു ഇതിൽ മീറ്റിങ്ങിൽ എവിടെയാണ്, ഇംഗ്ലണ്ടിലുള്ള മാഞ്ചസ്റ്ററിൽ 1995 ചേർന്നിട്ടുള്ള മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇവ ഒന്നും കൂടി എന്ത് ചെയ്തു, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്തു അല്ലെങ്കിൽ റിവൈസ് ചെയ്തു. അതിൽ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റി എന്നുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മാഞ്ചസ്റ്റർ കോൺഗ്രസ് 1955 1995 അപ്പോൾ അതൊന്ന് തിരുത്തി വായിക്കണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ പ്രിൻസിപ്പിൾസിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.